നമസ്കാരം. സോംജി സ്മൃതി മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് യുദ്ധഭീതിയുടെ പിടിയിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ ചെറിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും ഇന്ന് അതുണ്ടായില്ല, തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. 24,853 ക്ലോസ് ചെയ്തിരിക്കുന്നു. പല സെക്ടറുകളും മൈനസായി തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡിഫൻസ് മേഖലയിലുള്ള ഷെയറുകളിൽ ചെറിയ ബൈങ് താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധ സംഘർഷത്തിനിടയിൽ അതിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം ഡിഫൻസ് മേഖല ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഷെയറുകൾ ഇന്നും പോസിറ്റീവായാണ് ക്ലോസ് ചെയ്യുകയുണ്ടായിട്ടുള്ളത്. ആ മേഖലയിൽപ്പെട്ട ഷെയറുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ. പക്ഷെ വേറെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം വാല്യുവേഷൻ വളരെ ഹൈയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ റിസ്ക് ഇതിൻ്റെ മേഖലയിലുള്ള ഡിഫൻസിൻ്റെ മേഖലയിലുള്ള എല്ലാ ഷെയറുകൾക്കും തന്നെ ഉണ്ട് താൻ. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ തന്നെ തുടരുമോ എന്ന് നമുക്ക് നോക്കാം. ഈ ഇന്ത്യൻ മാർക്കറ്റുകളെ യഥാർത്ഥത്തിൽ ഈ യുദ്ധം അത്രയേറെ സ്വാധീനിക്കുകയില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്കിലും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ എല്ലാവരും മടിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ തീരുമാനം എന്താണെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. കാരണം ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്ക കൂടി പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലാവുമോ അടുത്ത നീക്കമെന്ന് അറിഞ്ഞുകൂടാ. മറ്റ് ഗതാഗത മേഖലയിലേക്ക് ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ബ്ലോക്ക് ചെയ്യാനവരും ശ്രമിക്കുകയാണെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ രീതിയിൽ ഒരു ഭയപ്പാടോടെ തന്നെ ഈ കാര്യങ്ങൾ അമേരിക്കയുടെ ഇടപെടലിനെ നോക്കി കാണുന്നു എന്നാണ് നമുക്ക് വിചാരിക്കാവുന്നത്. എനിവേ, ഇന്ന് ഞാൻ 2 മ്യൂച്വൽ ഫണ്ടുകളെ ഒന്ന് താരതമ്യം ചെയ്യാമെന്ന് കരുതിയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 2 ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളെ നമ്മൾക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള 2 ഫണ്ടുകളാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫണ്ടുകളാണ്. ക്രിസിലിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ഈ 2 ഫണ്ടുകൾക്കുമുണ്ട്. അതായത് രണ്ടും പരാഗ് പരേഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഒന്ന്, മറ്റൊന്ന് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്. എല്ലാം ഡയറക്റ്റ് പ്ലാനിലെ ഗ്രോത്ത് ഫണ്ടുകളാണ്. ഈ 2 ഫണ്ടുകളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം, ഏതാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്നൊക്കെ. ഇതൊന്നും ഇതിൻ്റെ അടുത്ത പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് ഒരാളും അന്ധമായിട്ട് വിശ്വസിക്കരുത്. അതായത് നമ്മളിതിനെ ഒരു പ്രവർത്തനം ഈ കാലയളവിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അടുത്ത പ്രവർത്തനങ്ങൾ ഇതുപോലെ ആകുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൻ്റെ കണ്ടീഷനുകളൊക്കെ ഒരുപാട് മാറുന്നു. അതിനനുസരിച്ച് ഇതിൻ്റെ റിട്ടേണുകളും മാറ്റമുണ്ടാകും. റിട്ടേൺസിനെല്ലാം മാറ്റം ഉണ്ടാകും. ഓരോ വർഷമുള്ളതിനുണ്ടാകും, കൂടുതൽ വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് 5 വർഷത്തേക്കുള്ളതിനുണ്ടാകും. എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. എന്നാൽ തന്നെയും ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കുന്നതും അറിയുന്നതും നല്ലതല്ലേ. അതായത് നമുക്ക് ആ ഫണ്ടിനെ കുറിച്ചൊരു അവബോധം ഉണ്ടാവാൻ അത് തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു താരതമ്യമാണിത്. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഞാനിത് അധികം ഡേറ്റ സ്വീകരിച്ചിരിക്കുന്നു മണി കൺട്രോളിൻ്റെ സൈറ്റിൽ നിന്നാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ സൈറ്റും കൂടി സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി വിവരങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം പരാഗ് പരേഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം.
അതിൻ്റെ NAV എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കണക്കനുസരിച്ചുള്ള NAV ആണ് കേട്ടോ. മാർക്കറ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 91.059 ആണ് അതിൻ്റെ NAV, നെറ്റ് അസറ്റ് വാല്യൂ. അത് ഈ ഫണ്ടിൻ്റെ മൊത്തം അസറ്റ് എന്ന് പറയുന്നത് 1,03,867 രൂപയാണ് ഈ ഇതിൻ്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത്, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലുള്ളത്. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് 67.3% ഇന്ത്യൻ ഇക്വിറ്റീസിലാണ്, ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ ഇട്ടിരിക്കുന്നു. അതിനകത്ത് തന്നെ 51.87% ലാർജ് ക്യാപ്പ് ഓഹരികളിലും 2.5 മിഡ് ക്യാപ്പ് ഓഹരികളിലും 3.14% സ്മാൾ ക്യാപ്പ് ഓഹരികളിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ബാലൻസ് പല ഇതിലായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നു. ഡെപ്റ്റ് ഫണ്ടിൽ 11.01% ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഡെപ്റ്റ് ഫണ്ടുകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഫണ്ടുകളിലും കൂടി, അതായത് ഇപ്പോൾ ക്യാഷായിട്ട് കയ്യിലുണ്ടാവും, ബാക്കി ഒരു 20% ഉണ്ട്. അത് കുറച്ച് ക്യാഷാവും, കുറച്ച് മറ്റേ ETF ആവും, അങ്ങനെയൊക്കെയാണ് അത് അവർ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ തന്നെ കാണാൻ പറ്റും, നോക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. അതേപോലെ അപ്പോൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയാൽ അതിൻ്റെ NAV എന്ന് പറയുന്നത് 2124.33 ആണ് NAV ഉള്ളത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതിൻ്റെ അസറ്റ്, അത് കൈകാര്യം ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് 75,784.48 കോടി രൂപയാണ്. അതുപോലെ ആ ഫണ്ടിൽ 86.81 ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ അവർ കൈകാര്യം ഇടുന്നുണ്ട്. അത് മറ്റ് നമ്മൾ കണ്ട പരാഗ് പരീഖിൻ്റെ ആണെങ്കിൽ 67.3% ആയിരുന്നു. ഇവിടെ 86%, 86.81% ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലാണ്. അതുപോലെ അതിനകത്ത് ഈ 86%-ൽ 59% ലാർജ് ക്യാപ്പ് ഓഹരികളിലും 2.68% മിഡ് ക്യാപ്പ് ഓഹരികളിലും 4.41% സ്മാൾ ക്യാപ്പ് ഓഹരികളിലുമാണ്. ഡെപ്റ്റിലുള്ളത് 0.81% ആണ്. ക്യാഷായിട്ടും ഒക്കെ ഉള്ളത് 20%-ഓളമാണ്. അതാണ് അവരുടെ അസറ്റിൻ്റെ കാര്യങ്ങൾ. ഇതാണ് അവർ കൈകാര്യം ചെയ്യുന്ന രീതി. അപ്പോൾ ഇത്ര തരം ഇങ്ങനെയുള്ള ഓഹരികളിലാണ് അവർ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതിന് ഫ്ലെക്സി ക്യാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാപിറ്റൽ ഓരോ ലാർജ് ക്യാപ്പിനോ മിഡ് ക്യാപ്പിനോ സ്മോൾ ക്യാപ്പിനോ കൊടുക്കുന്ന ഈ റേഷ്യോകളൊക്കെ അവർക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അവരത് മാറ്റുന്നുണ്ടാവും. അതായത് ഫ്ലെക്സി ക്യാപ്പിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പിന് ഇത്തിരി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ അവരത് ചെയ്യും. അതുപോലെയുള്ള മാറ്റങ്ങൾ അവർക്ക് വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളായത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ പരാഗ് പരീഖിൻ്റെ ഒന്ന് റിട്ടേൺ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം നമുക്ക്. ഇത് രണ്ട് ഫണ്ടുകളും ഏകദേശം 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ HDFC ഫണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 1/1/2013 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈ പരാഗ് പരീഖ് 24/5/2013 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിൻ്റെ ഡിഫറൻസ് ഉള്ളൂ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തതിന്. അതിൻ്റെ തമ്മിലുള്ള പെർഫോമൻസിൻ്റെ റിട്ടേണിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ നിക്ഷേപിക്കുന്ന ഒരാളുടെ കാര്യമാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഒരു വർഷത്തേക്ക് അയാൾ നിക്ഷേപിച്ച ഒരാൾക്ക് ഈ പരാഗ് പരീഖിൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഈ 10,000 രൂപ എന്ന് പറഞ്ഞാൽ 11,277 രൂപയായി മാറിയിട്ടുണ്ടാവും. അതായത് 12.77% റിട്ടേൺ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വർഷം കൊണ്ട് 1,277 രൂപയുടെ വർധനവ് അവർക്കുണ്ടായി. അതേസമയം അത് തന്നെ നമ്മളുടെ HDFCയിലാണെങ്കിൽ 11,121 രൂപയാണ് വന്നത്. 11.21% റിട്ടേണാണ് കിട്ടിയുള്ളൂ. മറ്റേ ഇവിടെ കിട്ടിയത് 12.77% പരാഗ് പരീഖിൽ. 2 വർഷത്തേക്കുള്ള ആണെങ്കിലോ ഈ 10,000 രൂപ 2 വർഷം കഴിയുമ്പോൾ അത് നമ്മുടെ പരാഗ് പരീഖ് റിട്ടേൺ ആണെങ്കിൽ 15,696 രൂപയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 10,000 രൂപ ഇട്ട് 15,696 രൂപ.
അതായത് 56.96% അബ്സല്യൂട്ട് റിട്ടേൺ കിട്ടിയത്. 25.25% ആനുവലൈസ്ഡ് റിട്ടേണുമാണത്. അത് HDFC ഫണ്ടിലാണെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അന്നേരം 16,088 രൂപ കിട്ടി. 60.88% ആക്ച്വൽ റിട്ടേണും അബ്സല്യൂട്ട് റിട്ടേണും 26.80% ആനുവൽ റിട്ടേണും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ വർഷമായപ്പോൾ HDFCയുടെ ഫണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം ആദ്യ വർഷത്തിൽ അത്ര മികച്ചു നിന്നില്ല. മൂന്നാമത്തെ വർഷം 3 വർഷം കൊണ്ട് ഈ 10,000 രൂപ എന്ന് പറയുന്നത് പരാഗ് പരീഖിൻ്റെ ഈ ഫണ്ടിലിട്ടവർക്ക് 18,883 രൂപ കിട്ടി. 88.83% അബ്സല്യൂട്ട് റിട്ടേണും 23.53% ആനുവൽ റിട്ടേണുമാണത്. 18,883 രൂപയായി മൂന്നാമത്തെ വർഷം. ഇവിടെ HDFCയിലാണെങ്കിൽ അത് 20,709 രൂപയായി. അപ്പോൾ അവിടെയും HDFC ഫണ്ട് മികച്ചു നിന്നു. 107% അബ്സല്യൂട്ട് റിട്ടേണും 27.44% ആനുവൽ റിട്ടേണുമായി അത്. അങ്ങനെ അതിനകത്തും 20,000-ഉം 18,883 20,709 അതാണ് HDFCയുടെ 20,709 രൂപയായി മാറി. ഇപ്പോൾ പരാഗ് പരീഖിൻ്റേത് 18,883 ആയുള്ളൂ. അഞ്ചാമത്തെ വർഷം 5 വർഷം കഴിയുമ്പോൾ ഈ 10,000 രൂപ എന്നുള്ളത് പരാഗ് പരീഖിൻ്റേതിൽ 33,735 രൂപ ആയി മാറി. എന്ന് പറഞ്ഞാൽ 237% അബ്സല്യൂട്ട് റിട്ടേണും 27.51% ആനുവൽ റിട്ടേണുമാണ് ഈ കിട്ടിയത്. അതേസമയം അത് 5 വർഷത്തെ HDFCയുടെ ഫണ്ടാണെങ്കിലോ 38,393 കിട്ടി. പരാഗ് പരീഖിൻ്റെതിന് 33,735 HDFCയിലും 38,393 രൂപയും കിട്ടി. 283.93% റിട്ടേണാണ് HDFCയുടെ ഇതിന് കിട്ടിയത്. 30.83 ആനുവലൈസ്ഡ് റിട്ടേണും കിട്ടി. ഈ ഫണ്ട് 10 വർഷത്തെ റിട്ടേൺ നോക്കിയാൽ 10 വർഷം ഈ 10,000 രൂപ ഇട്ടയാളുടെ 10,000 രൂപ അവിടെ കിടന്നു കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് 55,045 രൂപയാണ് 10 വർഷം കഴിഞ്ഞ് പരാഗ് പരീഖിൻ്റെ ഫണ്ടിൽ കിട്ടിയത്. 450.45% റിട്ടേൺ, 18.58% ആനുവൽ റിട്ടേണും കിട്ടി. അത് 10 വർഷം കൊണ്ട് നമ്മുടെ HDFC ഫണ്ടാണെങ്കിൽ 46,856.5 രൂപയാണ് കിട്ടിയത് 10 വർഷം. 10 വർഷമായിപ്പോൾ പരാഗ് പരീഖിൻ്റെ 55,045 കിട്ടി കൊടുത്ത് HDFCയുടെ 46,856 രൂപയായിപ്പോയി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് റിട്ടേൺ 368.56 16.68% ആനുവൽ റിട്ടേണും കിട്ടി. അതാണ് വ്യത്യാസം വന്നത്. 10 വർഷമായിപ്പോൾ 55,000 മുകളിൽ കിട്ടി പരാഗ് പരീഖിൻ്റേത്, മറ്റേത് 46,000 HDFCയുടേത്. അതേസമയം നമുക്ക് നോക്കാം, ഈ ഫണ്ട് തുടങ്ങിയ കാലം മുതൽ നോക്കി, അതായത് 2013 വരെ 24/5/2013 തുടങ്ങിയ ഫണ്ടിൻ്റെ ഇന്ന് 2025 ആയപ്പോൾ അത് 91,059 രൂപയായി മാറിയിട്ടുണ്ടാകും. ഈ 10,000 രൂപ അതായത് 2013 നിക്ഷേപിച്ചെങ്കിൽ ഇന്നത് 91,059 രൂപ, 810% റിട്ടേൺ ആണ് കിട്ടിയത്, അബ്സല്യൂട്ട് റിട്ടേൺ. അതേസമയം 20.10 ആനുവൽ റിട്ടേണും കണക്ക് കൂട്ടിയാൽ അങ്ങനെയാവും. അതേസമയം അത് HDFC ഫണ്ടിലാണെങ്കിലോ അതായത് 1/1/2013 ആണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇന്ന് അയാൾക്ക് കിട്ടുന്നത് 71,556 രൂപയേ ഉള്ളൂ. 615% റിട്ടേൺ, 17.12% ആനുവൽ റിട്ടേൺ. അതാണ് 10 വർഷത്തെ കണക്ക്. 10 വർഷമാകുമ്പോൾ അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. പരാഗ് പരീഖിൽ 91,059 രൂപ കിട്ടിയപ്പോൾ ഇവിടെ 71,556 രൂപയേ ഉള്ളൂ HDFC ഫണ്ടിന്. ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം അതിന് വന്നിട്ടുണ്ട്. പക്ഷെ പല സമയത്തും നമ്മൾ കണ്ടു 3 വർഷത്തെ 2 വർഷത്തെ എല്ലാം പ്രകടനം വെച്ച് നിന്നത് HDFC ഫ്ലെക്സി ക്യാപ്പിലാണ്.
അതേസമയം ഇതിനകത്ത് പരാഗ് പരേഖ് അവസാനം ഏറ്റവും കൂടുതൽ നല്ല റിട്ടേൺ കൊടുത്തു. 10 വർഷം അതിന് മുകളിലേക്ക് വന്നപ്പോൾ പരാഗ് പരേഖ് കൊടുത്ത റിട്ടേണുകളാണ് കൂടി നിന്നത്. അതിൻ്റെ നമ്മൾ ഇപ്പം അത് SIP ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു SIP ചെയ്താൽ ഈ 2 ഫണ്ടുകളും എങ്ങനെയായിരിക്കും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1000 രൂപ വെച്ച് SIP ചെയ്യുന്നു ഒരാൾ. ഈ പരാഗ് പരീഖിലും ചെയ്യുന്നു, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിലും ചെയ്യുന്നു. ഈ 2 ഫണ്ടുകളിലും എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു വർഷത്തേക്ക്, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1000 രൂപ വെച്ചാൽ ഇപ്പോൾ 12000 രൂപ. ഈ 12000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക 12759.58 രൂപയാണ് കിട്ടിയിട്ടുണ്ടാവുക. 6.33% ആണ് ആക്ച്വൽ റിട്ടേൺ വന്നുള്ളൂ അതിൽ. അത് ആ SIP മറ്റേ HDFCയിലാണെങ്കിലോ 12000 രൂപ 12698 രൂപയായുള്ളൂ. 5.82% ആക്ച്വൽ റിട്ടേൺ കിട്ടി. അത് 2 വർഷം കണക്കെടുത്താൽ 2 വർഷം എന്ന് പറയുമ്പോൾ 24000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും. 24000 രൂപ 29026.49 രൂപയായി മാറിയിട്ടുണ്ടാവും പരാഗ് പരീഖിൻ്റെ ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലാണെങ്കിൽ. അതായത് 20.94%, 19.44 ആനുവലൈസ്ഡ് റിട്ടേണും ആയിട്ടുണ്ട്. ഈ 2 വർഷം കൊണ്ട് നമ്മളുടെ HDFC ഫ്ലെക്സി ക്യാപിലാണെങ്കിൽ ആ 24000 രൂപ എത്രയായിട്ടുണ്ടാവും? 29288. അതിന് വലിയ വ്യത്യാസങ്ങളില്ല രണ്ടിലും. 22.03% റിട്ടേൺ കിട്ടി. 20.42 ആനുവൽ റിട്ടേണും HDFCക്കാർ നൽകി. അതേസമയം 3 വർഷമായപ്പോൾ 36000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും. 36000 രൂപ 50111 രൂപയായി പരാഗ് പരീഖിൻ്റെ. അതായത് 39.27% റിട്ടേൺ. അത് 22.68% ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് 3 വർഷമാകുമ്പോൾ. 3 വർഷം HDFC ബാങ്കിൻ്റെ HDFC ഫ്ലെക്സി ക്യാപ് ആണെങ്കിലോ 36000 രൂപ 50825 രൂപയായി മാറി. മറ്റേത് 50111. ഇത് 50825 രൂപ, 41.18% അബ്സല്യൂട്ട് റിട്ടേണും 23.71% ആനുവലൈസ്ഡ് റിട്ടേണും. അതായത് 5-ാം വർഷമാണെങ്കിലോ 5 വർഷമാകുമ്പോൾ എത്രയാകും? 60000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും. ഈ 60000 രൂപ എന്ന് പറയുന്നത് പരാഗ് പരീഖിൻ്റെ 1,03,167 രൂപ ആയി മാറിയിട്ടുണ്ടാവും. 60000 രൂപ 5 വർഷം കഴിയുമ്പോൾ, അതായത് 60000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവും 5 വർഷം. അപ്പോൾ ആ 5 വർഷം കൊണ്ട് നമുക്കത് 1,03,167 രൂപയായി മാറിയിട്ടുണ്ടാവും. 71.95% റിട്ടേൺ ആണ് കിട്ടിയിട്ടുണ്ടാവുക. 21.82 ആനുവലൈസ്ഡ് റിട്ടേണും. അത് 5 വർഷം കൊണ്ട് HDFCയിലാണെങ്കിൽ 1,11,707 രൂപ. അവിടെ HDFC ഫണ്ട് മികച്ചു നിൽക്കുന്നു. 1,03,000 ആയിരുന്നത് 1,11,117 രൂപ കിട്ടി. 86.18% അബ്സല്യൂട്ട് റിട്ടേൺ ആയി. അതേസമയം 25.12% ആനുവലൈസ്ഡ് റിട്ടേണും. അതാണ് 5 വർഷം എത്തിയപ്പോൾ അതിൻ്റെ കണക്ക്. 10 വർഷമാണെങ്കിൽ അതെങ്ങനെയാവും നോക്കാം. 1,20,000 രൂപ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും 10 വർഷമാകുമ്പോൾ. അപ്പോൾ ആ 10 വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ 1,20,000 രൂപ എന്ന് പറയുന്നത് പരാഗ് പരീഖിൻ്റെ 3,59,819 രൂപ ആയിട്ടുണ്ടാവും 10 വർഷം. അതായത് 199% റിട്ടേൺ. അത് മറ്റേ ഇതിലാണെങ്കിൽ, അതായത് HDFC ഫ്ലെക്സി ക്യാപിലാണെങ്കിൽ 1,20,000 രൂപ എന്ന് പറയുന്നത് 3,37,242 രൂപ. 181.04% അബ്സല്യൂട്ട് റിട്ടേൺ. 19.61. അവിടെയും ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇത്തിരി പുറകോട്ട് പോയി. 3,37,000, ഇവിടെ 3,59,000 രൂപ പരാഗ് പരീഖ് തന്നു. അപ്പോൾ ലോങ് റണ്ണിലാണ് ഇത്തിരി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ പരാഗ് പരീഖ്. ആ ഒരു രീതിയിലാണ് ഈ ഫണ്ടുകളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്, രണ്ടിലും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ. അല്ലാതെ ഫണ്ടുകളൊക്കെ തന്നെ ഏകദേശം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
ഈ ഫണ്ട് തിരഞ്ഞെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ക്രിസിലിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ ഈ നല്ല റിട്ടേൺ കൊടുത്തിട്ടുള്ള 2 ഫണ്ടുകളായതുകൊണ്ടാണ്. നിങ്ങൾ ഇതിനെ ഈ പ്രവർത്തനമൊന്നും അന്നേരം ഈ അടുത്ത 5 വർഷം കിട്ടിക്കൊള്ളണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കിട്ടാനും സാധ്യതയില്ല. ചിലപ്പോൾ ഇതിൽ കൂടാം, ചിലപ്പോൾ ഇതിൽ കുറയാം. അത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് തന്നെയാണ്. പക്ഷേ ഒരു സംശയവും വിചാരിക്കാതെ നമുക്ക് ഇതിൻ്റെ SIP ഒക്കെ ആണെങ്കിൽ തുടങ്ങിയാൽ ഇത്തരം റിട്ടേണുകൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതിന് സംശയിക്കേണ്ട. മാർക്കറ്റ് ഇടിയുണ്ടാവാം, ഒരുപാട് താണു പോകുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ ലോങ് ടൈമിലേക്ക് നോക്കിയിരിക്കുന്നുവെങ്കിൽ കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ടാകും. കാരണം നമ്മൾ SIP ഒക്കെ ചെയ്യുമ്പോൾ ആ കുറഞ്ഞ കാലയളവിൽ ആ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ മാർക്കറ്റിൽ ഇതൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഏറ്റവും കൂടിയ പെർഫോമൻസിലേക്ക് അതിന് കടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ഫണ്ടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ SIP തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഫണ്ടുകളാണെന്നാണ് ഞാൻ പറയുള്ളൂ. SIPയുടെ ഇതിന് വേണ്ടിയാണ് ഞാനിത് മെയിനായിട്ട് സൂചിപ്പിച്ചത്. പുതിയ ആളുകൾ നിക്ഷേപത്തിലേക്ക് വരണം. അതായത് ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ കേരളീയരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആദ്യമൊന്നും ഒരു സേവിങ്സിനൊന്നും അവരും തയ്യാറാവില്ല. അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. അവർക്കൊക്കെ പുതിയ പുതിയ സംഗതികൾ ഈ ക്യാഷ് കൊണ്ട് ചെയ്തു തീർക്കാനുണ്ടാവും. അപ്പോൾ അവരാരും അതിലേക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ ഒരു ഫണ്ടിൽ ഇപ്പോൾ ഇതിന് 10 വർഷത്തെ പറഞ്ഞല്ലോ, ഈ 10 വർഷം കഴിഞ്ഞ് വരുന്ന റിട്ടേണുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അതിന് മാത്രം റിട്ടേൺ ഇപ്പോൾ 10 വർഷം കൊണ്ടുണ്ടായതിനേക്കാൾ വലിയ റിട്ടേൺ ആയിരിക്കും ഒരു 5 വർഷം കൂടി അത് കിടക്കുമ്പോൾ ഉണ്ടാവുക. അത് ഇരട്ടിക്കുന്നതല്ല ചെയ്യുക, അതിനും കൂടിയ ഇതിൽ ട്രിപ്പിൾ ആവുകയോ ഒക്കെ ചെയ്യും അടുത്ത 5 വർഷം കൊണ്ട് പോലും. അതാണ് വ്യത്യാസം. അത് നമ്മൾ കാണണം ഈ SIP ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മളൊരു ചെറിയ സേവിങ്സും കൊണ്ട് വർഷങ്ങൾ സേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 വർഷം 20 വർഷമൊക്കെ ഒരു SIP നടത്തിക്കൊണ്ടു പോകുന്ന ആരെ നിങ്ങൾ സമീപിച്ച് നോക്കൂ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നിക്ഷേപങ്ങളും അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും. അല്ലാതെ ഒരു ഇത്തിരി കാലത്തേക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത് നമ്മളൊരു ചെറിയ ലാഭം എടുത്ത് പിന്മാറുന്നതിലല്ല കാര്യം. അപ്പോൾ ഓക്കെ, പുതിയ ആളുകൾക്കും അല്ലെങ്കിൽ ജോലിയിൽ കയറി ഉടനെയുള്ളവർക്കും ഒക്കെയാണ് SIP ഏറ്റവും നല്ല റിട്ടേൺ തരിക. അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സുഭിക്ഷമായിട്ടും വളരെ കോൺഫിഡൻസോടെയും നേരിടാൻ പറ്റുമെന്നുള്ളതാണ് SIP തുടങ്ങുന്ന ഓരോ വ്യക്തിയുടെയും അനുഭവം. അത് ചെയ്യുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി. ഒന്ന് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ വളരെ ഉപകാരം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. വീണ്ടും കാണാം.